Greetings to you all in the precious name of our Lord and Savior Jesus Christ, who is coming soon to receive His glorious church. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയുടെ വേളയിലും തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നമുക്കൊന്നിച്ചായിരിക്കാൻ ദൈവമിടയാക്കിയ വലിയ കരുണയോർത്ത് ഈ രാത്രി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. Last week we were discussing about chapter 4 of Revelation, chapter 4 verses up to 8. Today we will be discussing chapter 4 verses 9 to 11. Let me read in Malayalam. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇരുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുമ്പിൽ വീണു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ നീ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇടും. 4-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണെന്ന് ലാസ്റ്റ് ലൈവിൽ ഞാൻ ഓർപ്പിക്കുവാനിടയായി. അതിൻ്റെ 8 വരെയുള്ള 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ ഒരു ഭാഗം അല്പം കൂടെ ചിന്തിച്ച് മുമ്പോട്ട് വരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 8-ാം വാക്യം കൂടെ വായിക്കും. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്നോ അവർ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഭാഗം സംസാരിച്ചാണ് കഴിഞ്ഞ ദിവസക്കാലത്തെ ലൈവ് നമ്മൾ തീർക്കുവാനിടയായത്. 4 ജീവികൾ, ആ ഭാഗം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു. എങ്കിലും ലെറ്റ് മീ റിമൈൻഡ് യു വൺസ്. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം. ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. ഗോസ്പൽ ഓഫ് മാത്യു presenting Jesus Christ as the royal Messiah of the Jews. മത്തായിയുടെ സുവിശേഷം യേശു കർത്താവിനെ പ്രസന്റ് ചെയ്യുന്നത് ഇസ്രായേൽ ജനത്തിന്റെ, യഹൂദ ജനത്തിന്റെ രാജാവായ യേശു കർത്താവ്. പീലാത്തോസ് യേശുവിന്റെ ക്രൂശിന് മുകളിൽ തന്റെ കുറ്റസംഹിത എഴുതി തൂക്കിയിട്ടു. യേശുവിന്റെ കുറ്റസംഹിത എഴുതി തൂക്കിയത് ഇപ്രകാരമാണ്: ഹി ഈസ് ദ കിങ് ഓഫ് ജൂസ്. അവൻ യഹൂദന്മാരുടെ രാജാവ്. ദാറ്റ് മീൻസ് ലയൺ ഈസ് ദ കിങ് ഓഫ് ആനിമൽസ് എന്ന വാക്കിന്റെ അടിസ്ഥാനത്തിൽ മത്തായിയുടെ സുവിശേഷം യേശു കർത്താവിനെ
പ്രസന്റ് ചെയ്യുന്നത് ജീസസ് ക്രൈസ്റ്റ് ആസ് ദി റോയൽ മസയ ഓഫ് ദ പീപ്പിൾ ഓഫ് ജൂസ്. യഹൂദന്മാരുടെ രാജാവായ മശിഹായെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം പ്രതിനിധീകരിക്കുന്നത്. രണ്ടാമത്തെ ജീവി കാളയ്ക്ക് സദൃശ്യം. അത് മർക്കോസിന്റെ സുവിശേഷത്തെ പ്രതിനിധീകരിക്കുന്നു. ഗോസ്പൽ ഓഫ് മാർക്ക്, മർക്കോസിന്റെ സുവിശേഷം യേശു കർത്താവിനെ ഒരു സഫറിംഗ് മസയ, സഫറിംഗ് സെർവന്റ്, കഷ്ടമനുഭവിക്കുന്ന മസയ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിനെ മനുഷ്യനായി ചിത്രീകരിക്കുന്നു. മൂന്നാമത്തെ മൃഗത്തിന്റെ മുഖം, തേർഡ് creature, his face is like face of a man. മനുഷ്യമുഖത്തോട് സാദൃശ്യമുള്ള മുഖം. ലൂക്കോസിന്റെ സുവിശേഷം യേശു കർത്താവിനെ മനുഷ്യപുത്രനായി ചിത്രീകരിക്കുന്നു. നാലാമത്തെ മൃഗം പറക്കുന്ന കഴുക്. യോഹന്നാന്റെ സുവിശേഷം യേശു കർത്താവിന്റെ ഡിവൈൻ നേച്ചറിനെ പ്രതികരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിക്കുന്നു ജീസസ് ക്രൈസ്റ്റ് ആസ് ദ സൺ ഓഫ് ഗോഡ്. യേശു ദൈവപുത്രൻ എന്നാണ് യോഹന്നാന്റെ സുവിശേഷം ചിത്രീകരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഇൻ ദ ബിഗിനിങ് was word. Word was with God. The word was God. 3 കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻ ദ ബിഗിനിങ് there was word. In the beginning there was word, and the word was with God, and the word was God. 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. This is the presentation given by Gospel of John. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു കർത്താവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഹി ഈസ് ദ ലോഗോസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം. 1-ാം അധ്യായത്തിൽ തന്നെ 4 യൂസേജുകൾ നമുക്ക് കാണാം. 1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. 3, വചനം ദൈവമായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു, നാം അവന്റെ തേജസ് ദൈവപുത്രന്റെ തേജസ് പോലെ കണ്ടു. അപ്പോ 1-ാം അധ്യായത്തിൽ യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദെൻ അതിന്റെ 14-ാം വാക്യം, വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു, നാം അവന്റെ തേജസ് ദൈവപുത്രന്റെ തേജസ് പോലെ കണ്ടു. അപ്പോ 4 കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ Gospel of John is presenting Jesus Christ divine nature, Jesus Christ as the Son of God. യേശു ദൈവപുത്രനെന്ന് ചിത്രീകരിക്കുന്നതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത. അപ്പോ ഈ 4 വിധ ചിന്തകളാണ് 4 മൃഗങ്ങൾ അഥവാ 4 ക്രീച്ചേഴ്സ്, 4 ക്രീച്ചേഴ്സ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. 4 മൃഗങ്ങൾ. അതില് 1-ാമത്തെ മൃഗം, അതിന്
സിംഹത്തിന്റെ മുഖവും, രണ്ടാമത്തെ മൃഗത്തിന് കാളയുടെ മുഖവും, മൂന്നാമത്തെ ജീവിക്ക് മനുഷ്യന്റെ മുഖവും, നാലാമത്തെ ജീവി പറക്കുന്ന കഴുകന്റെ മുഖവുമായിരുന്നു. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് യേശു കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ 4-ാമത്തെ അധ്യായത്തിന്റെ ആരംഭം മുതൽ തന്നെ ഞാൻ പറഞ്ഞു, 5-ാം അധ്യായം മുതൽ ആരംഭിക്കുന്ന 70-ാം ആഴ്ചവട്ടത്തിൽ ഇസ്രായേൽ ജനത്തിന് നേരിടുന്നതായ അതിമഹാകഷ്ടകാലത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പറയുന്നതിന് മുമ്പ് യോഹന്നാൻ സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ അതിശക്തനായ ഒരുവൻ ന്യായാധിപതി ഇരിക്കുന്നതും ആ ന്യായസിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങൾ വെച്ചിരിക്കുന്നതും ആ 24 സിംഹാസനങ്ങളിൽ വെള്ളവസ്ത്രധാരികളായി പൊൻകിരീടം ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന 24 മൂപ്പന്മാരെ കുറിച്ചും 4-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. അപ്പൊ 4-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ കമൻസ്മെന്റ് ഓഫ് ദി കമ്മിങ് ജഡ്ജ്മെന്റ് ഫോർ ദി പീപ്പിൾ ഓഫ് ഇസ്രായേൽ, which is starting from chapter 5 to 18 of the book of Revelation. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ ഉള്ളതായ ദാനിയേലിന്റെ 70 ആഴ്ചവട്ടത്തിലെ 70-ാം ആഴ്ചവട്ടമായ മഹാപീഡന കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം അനുഭവിക്കുവാൻ പോകുന്ന ന്യായവിധിയുടെ തുടക്കമായിട്ടാണ് 4-ാം അധ്യായത്തിലെ ന്യായസിംഹാസനം വെക്കുന്നതും ന്യായസിംഹാസനത്തിൽ ന്യായാധിപതി ഇരിക്കുന്നതും ന്യായസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുന്നതുമായ ഒരു കോർട്ടിന്റെ പ്രതിനിധീകരിക്കുന്ന വിഷയങ്ങൾ വരുവാനിടയായി തീർന്നു. അപ്പൊ 4-ാം അധ്യായത്തിൽ നാം രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ അവസാന ഭാഗങ്ങളിൽ ഓർമ്മിപ്പിച്ച് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇവിടെ 4-ാം അധ്യായത്തിലെ 9-ാം വാക്യം, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ശ്രദ്ധിക്കുക, ദ വൺ ഹൂ ഈസ് ലിവിങ് ഫ്രം ദ ബിഗിനിങ്, എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ത്രികാല നിറവുകളിൽ കാലത്തിന് അധീനമായ നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്ന ദൈവപുത്രൻ, സ്തോത്രം. എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദ വൺ ഹൂ ഈസ് ലിവിങ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ്, ആദിയും അന്തവുമായിരുന്നവൻ, ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ദി ആൽഫ ആൻഡ് ദ ഒമേഗ, ആദിയും അന്ത്യവുമായിരുന്നവൻ, ആൽഫയും ഒമേഗയുമായിരുന്നവൻ, ഇൻ ദ ബിഗിനിങ് ആൻഡ് ഇൻ ദ എൻഡ്, എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് ഇതാണ്. ദ വൺ ഹൂ ഈസ് ലിവിങ് എവർ മോർ. In English, let me read that verses in English. ഇംഗ്ലീഷിൽ ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. Verse 9. And when those beasts give glory and honor and thanks to him that sat on the throne, who lives forever and ever. 4 ജീവികൾ, ആ ജീവികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. There is 4 creatures, 4 ജീവികൾ. അവരെന്ത് ചെയ്യുന്നു?
അവർ എന്നേക്കും ജീവിച്ചിരിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തോത്രവും അർപ്പിക്കുന്നു. The one who lives ever and forever. എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. That means he does not have any end. I am the beginning. I am the end. I am that I am. Once more, I am repeating from book of Daniel. Repeating from the book of Daniel. The ancient of days. വയോധികനായവൻ എന്ന് ദാനിയേൽ തന്റെ 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വയോധികനായവൻ. The ancient of days. From the book of Exodus, I am that I am. അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോ സർവശക്തിയുള്ള ദൈവമായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവന് ഈ 4 ജീവികൾ സകല മഹത്വവും മാനവും പുകഴ്ചയും അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പൊ എന്ത് സംഭവിക്കുന്നു? മഹത്വവും മാനവും അവന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ അവന്റെ മുമ്പിൽ വീണു. ഓക്കെ, ചിന്തിക്കുക. 4 ജീവികൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ ദൈവപുത്രനായ യേശുക്രിസ്തുവിന് മഹത്വവും മാനവും സ്തോത്രവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഇവർ 24 മൂപ്പന്മാരും 4 ജീവികളും ഒരുപോലെ നിന്നുകൊണ്ട് ദൈവപുത്രനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. There is a big worshipping happening in the book of Revelation. 4-ാം അധ്യായത്തിൽ in front of the throne of God, ദൈവിക സിംഹാസനത്തിന് മുൻപാകെ 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്നുകൊണ്ട് ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ യഹോവ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. This same scene we see in the book of Isaiah also. ശാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ the Lord is sitting in a high and lifted throne. Lord is sitting in a high and lifted throne. 4 cherubims, they had 6 wings. They are covering their face with their 2 wings, covering their legs with 2 wings, and they are flying with 2 wings, and they are giving glory and honor and praise to the King of Kings in the presence of the throne of God. ശാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മളവിടെ എടുത്ത് വായിക്കുമ്പോ ഉയർന്ന മുഖമുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവം ഇരിക്കുന്നു. 6 ചിറകുകളുള്ള സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് അത്യുച്ചത്തിൽ ആരാധിക്കുന്ന ഒരാരാധന ഗ്രൂപ്പ് യെശയ്യാ പ്രവചന 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. സെയിം കൈൻഡ് ഓഫ് വർഷിപ്പ് we see in the book of Revelation chapter 4 in front of the throne of God. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം ദൈവിക സിംഹാസനത്തിന് മുൻപാകെ 4 ജീവികളും 24 മൂപ്പന്മാരും ഒരുപോലെ നിന്നുകൊണ്ട് സിംഹാസനത്തിന് ചുറ്റിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി എന്നേക്കും ജീവിച്ചിരിക്കുന്ന
കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് രാപകലില്ലാതെ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 24 hours ഈ 4 ജീവികളും 24 മൂപ്പന്മാരും അവർക്ക് ലഭിച്ചിരിക്കുന്ന കിരീടങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപാകെ ഇട്ടുകൊണ്ട്, കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ നിലമ്പാട് വീണ് കുഞ്ഞാടിനെ ആരാധിച്ചു കൊണ്ടിരുന്നു. ബിക്കോസ് ദിസ് സൺ ഓഫ് മാൻ, the Son of God, is worthy to worship among all gods. He is the King of kings and Lord of lords. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ അതിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ പകൽ വിശ്രമം കൂടാതെ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരുന്നു. ആര്? Who is worshipping here? പകൽ എന്ന് പറഞ്ഞാൽ 24 hours. These 4 creatures and 24 elders together worshipping the Almighty, omnipotent, omniscient God of Lord Jesus Christ. Omnipotent God, സർവശക്തിയുള്ളവനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം. ഈ 4 ജീവികളും 24 മൂപ്പന്മാരും ഒരുപോലെ നിന്നുകൊണ്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ സർവശക്തിയുള്ള ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് എല്ലായ്പ്പോഴും കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. ഇത് 10-ാം വാക്യം ഞാൻ വായിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവന്, അടുത്ത 10-ാം വാക്യം, 24 മൂപ്പന്മാരും സിംഹാസനത്തിന് മുമ്പിൽ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു. 24 മൂപ്പന്മാരും ഈ യഹോവയുടെ സിംഹാസനത്തിന് ചുറ്റിലും ഇരിക്കുന്നവരാണ്. They are the closest group. They are the closest circle which is standing around the throne of God. ദൈവിക സിംഹാസനത്തിന്റെ ചുറ്റിലും ആ സിംഹാസനത്തോട് ഏറ്റവും അടുത്ത് വസിക്കുന്നവരാണ് ഈ 24 മൂപ്പന്മാർ. നമ്മളത് 4-ാം അധ്യായത്തിൽ ക്ലിയർ ആയിട്ട് വായിക്കുന്നുണ്ട്. സിംഹാസനം ഇരിക്കുന്നു, ആ സിംഹാസനത്തിന്റെ ചുറ്റിൽ around the throne of God there is 24 thrones. ന്യായസിംഹാസനത്തിന് ഒരെണ്ണം ഇരിക്കുന്നു. In that throne of God, the supreme judge who is sitting on that throne, the ancient of days who is sitting on that throne, according to the book of Daniel 7:9. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അവൻ ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, മലയാളത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, വയോധികനായവൻ സിംഹാസനത്തിലിരുന്നു. ദാനിയേൽ 7-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. ആ സിംഹാസനത്തിൽ വയോധികനായവൻ ഇരുന്നു എന്ന്
ദാനിയേൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഇൻ ദാറ്റ് ത്രോൺ ദ സുപ്രീം കോർട്ട് ജഡ്ജ്, ദ സുപ്രീം ജസ്റ്റിസ്, ഉന്നതനായ അത്യുന്നതനായ ദൈവപുത്രൻ. അതാണ് ദാനിയേലിൽ നിന്ന് ഞാൻ പറഞ്ഞത്. ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, പുരാതനായവൻ. ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, പുരാതനായവൻ എന്ന് പറയുമ്പോൾ ആദിയും അന്തവുമില്ലാത്തവൻ. ഐ ആം ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്. ഐ ആം ദി ആൽഫ ആൻഡ് ദ ഒമേഗ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു ആരംഭവും അന്ത്യവും ഇല്ലാത്തവനാണ്. അപ്പോ ഈ ദൈവപുത്രൻ വെളിപ്പാട് 4-ാം അധ്യായത്തിൽ കാണുന്ന സിംഹാസനത്തിൽ ന്യായാധിപതിയായി ദ സുപ്രീം ജസ്റ്റിസ്, സുപ്രീം ജഡ്ജ് ഓഫ് ദ കോർട്ട് ഓഫ് ഗോഡ്, ദൈവിക സിംഹാസനത്തിന്റെ അത്യുന്നതനായ ന്യായാധിപതി. ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്. കാരണം പിതാവായ ദൈവം സകല ന്യായവിധിയും പുത്രനെ പരമേൽപ്പിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 5, ഒരു 2-3 വാക്യങ്ങൾ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ വായിച്ചു കേൾപ്പിക്കാം. 5-ാം അധ്യായം അതിന്റെ 25 മുതൽ 29 വരെയുള്ള വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. വേഴ്സ് 27. അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 25, 26, 27 വാക്യമാണ് ഞാൻ വായിച്ചത്. അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെളിപ്പാട് 4-ാം അധ്യായത്തിൽ കാണപ്പെടുന്നതായ സിംഹാസനത്തിൽ ഇരിക്കുന്ന ന്യായാധിപതി, ദ സുപ്രീം ജഡ്ജ്, അത് നമ്മുടെ കർത്താവായ യേശുമശിഹായാണ്. ബിക്കോസ് ഹി ഈസ് ദ സൺ ഓഫ് മാൻ. അവൻ മനുഷ്യപുത്രനാകയാൽ സകല ന്യായവിധിയും നടത്തുവാൻ ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രന് അധികാരം നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ ഒറ്റ വാക്യം മതി ഇത് സ്ഥാപിക്കുവാൻ. അവൻ മനുഷ്യപുത്രനാകയാൽ, ബിക്കോസ് ഹി ഈസ് ദ സൺ ഓഫ് മാൻ. 5-ാം അധ്യായത്തിലെ വാക്യം ഒരു ഇച്ചിരൂടെ ക്ലിയർ ആണ് ഇംഗ്ലീഷ് വേർഷനിൽ. യോഹന്നാൻ ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 27. John chapter 5 verse 27. And has given him authority to execute judgment also.
because he is the Son of Man. 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അധികാരം നൽകിയിരിക്കുന്നു. വെളിപ്പാട് 4-ാം അധ്യായത്തിൽ നാം കാണുന്ന ദൈവിക സിംഹാസനത്തിൽ ന്യായവിധി നടത്തുവാൻ ഇരിക്കുന്നവൻ ആരാണ് എന്നാണ് ഞാനിവിടെ സ്ഥാപിക്കുന്നത്. ആ ന്യായ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ he is Son of Man. അവൻ because God has given him authority to execute judgment also because he is the Son of Man. അവൻ മനുഷ്യപുത്രനാകയാൽ അവൻ ആരാണ്? മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അധികാരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെളിപ്പാട് 4-ാം അധ്യായത്തിലെ ദൈവിക ന്യായാസനത്തിൽ ഇരിക്കുന്നവൻ ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. ദാനിയേൽ 7-9 വാക്യം. ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് sat on the throne. വയോധികനായവൻ സിംഹാസനത്തിൽ ഇരുന്നു. ദാനിയേൽ 7-9 വാക്യം. യെശയ്യാ പറയുന്നു പുരാതനനായവൻ. മോശ പറയുന്നു പുരാതനനായവൻ എന്ന സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, കാലങ്ങൾക്ക് അധീനനായവൻ, എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. He who lives forever and ever. എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു മശിഹ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ന്യായവിധി നടത്തുന്നു. Praise God. അപ്പോ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആര്? Who is sitting on the throne of God. 4-ാം അധ്യായത്തിലെ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. അവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. അവന്റെ ചുറ്റിലുമാണ്, ആ സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനങ്ങളുണ്ട്. There is one throne of God set in heaven. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിട്ടുണ്ടോ? In that throne, Son of Man, my Redeemer, or the Redeemer of the world, the Savior of the world, Jesus Christ, who is sat on the throne of God. ദൈവിക സിംഹാസനം വച്ചിരിക്കുന്നു സ്വർഗത്തിൽ. ആ സിംഹാസനത്തിൽ മനുഷ്യപുത്രൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, ഈ ലോകത്തിന്റെ രക്ഷകൻ, അവൻ ലോകത്തെ, തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. ജീസസ് ക്രൈസ്റ്റ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. ആ മനുഷ്യപുത്രൻ, അവൻ മനുഷ്യപുത്രനായകയാൽ സകല ന്യായവിധിയും നടത്തുവാൻ പിതാവ് അവൻ അധികാരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രൻ സിംഹാസനത്തിലിരിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്ന മനുഷ്യപുത്രന്റെ ചുറ്റിൽ 24 ചെറിയ സിംഹാസനങ്ങൾ. ആ 24 സിംഹാസനങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് തലയിൽ പൊൻകിരീടധാരികളായി 24 മൂപ്പന്മാർ. ആ 24 മൂപ്പന്മാർക്ക് ചുറ്റിലും 4 ജീവികൾ.
ഇവരെല്ലാവരും കൂടെ ചേർന്ന് 4 ജീവികളും 24 മൂപ്പന്മാരും കൂടെ ചേർന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ കർത്താവായ യേശു കർത്താവിന് 24 മണിക്കൂറും രാവോ പകലമോ വ്യത്യാസമില്ലാതെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സകല കിരീടങ്ങളും അവർക്ക് ലഭിച്ചിരിക്കുന്ന സകല പ്രതിഫലങ്ങളും കുഞ്ഞാടായ കർത്താവായ യേശുവിന്റെ മുൻപാകെ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെ ഈ 24 മൂപ്പന്മാരും 4 ജീവികളും ഒരുപോലെ നിന്നുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നിൽക്കുക. 10-ാം വാക്യം ഒന്നും കൂടെ ഞാൻ വായിക്കുന്നു. 10ഉം 11 വാക്യം കൂടെ ഇന്ന് കൺക്ലൂഡ് ചെയ്യുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുക. 10-ാം വാക്യം ഒന്നുകൂടെ വായിക്കുക. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു. 24 elders, they have fell down before whom who is sitting on the throne. 10-ാം വാക്യം ഞാനത് let me read in English. അത് അല്പം കൂടെ ഇംഗ്ലീഷിൽ ക്ലിയർ ആണ്, അവിടെ ഞാൻ അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. Revelation chapter 4 verse 10. 24 elders fall down before him that sat on the throne. ശ്രദ്ധിക്കണേ, that sat on the throne and worship him that lives forever and ever, and cast their crowns before the throne, saying, Thou art worthy, O Lord, to receive glory, honor, and power, for thou hast created all things, and for thy pleasure they were created. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. സിംഹാസനത്തിൽ ഇരിക്കുന്ന ന്യായാധിപതിയായ ദൈവപുത്രന്റെ മുൻപാകെ, അല്പം കൂടെ പറഞ്ഞാൽ മനുഷ്യപുത്രന്റെ മുൻപാകെ, ആ സിംഹാസനത്തിന് ചുറ്റിൽ നിൽക്കുന്ന 24 സിംഹാസനങ്ങൾ ആ സിംഹാസനം ചുറ്റും വെച്ചിട്ടുണ്ട്. ആ 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ വെള്ള വസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടം ധരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു. Praise the Lord. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ 24 ചെറിയ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, 24 elders, 24 മൂപ്പന്മാർ ദൈവിക ന്യായസിംഹാസനത്തിന് മുൻപാകെ ദൈവിക ന്യായാസനത്തിൽ ഇരിക്കുന്ന മനുഷ്യപുത്രനായ യേശു കർത്താവിന്റെ മുൻപാകെ ഈ 24 മൂപ്പന്മാർ വീണു. അന്നേച്ചവർ പറയുന്നു, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് ഞാനൊരു ഭാഗം കൊണ്ടുവരികയാണ്. യോഹന്നാൻ, ബുക്ക് ഓഫ് ജോൺ, ചാപ്റ്റർ 1. അവിടെ പറയുന്ന ഒരു വാക്ക്,
അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാം വാക്യം. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ശ്രദ്ധിക്കുക, വെളിപ്പാട് 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം കഴിഞ്ഞപ്പോ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് എഴുതി. യോഹന്നാൻ അപ്പോസ്തലനല്ല. ഈ വെളിപ്പാട് കാണുന്നത് അപ്പോസ്തലനായ യോഹന്നാനാണ്. യോഹന്നാൻ പറയുന്നു, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ. യോഹന്നാന്റെ വിശേഷം 1-ാം അധ്യായത്തിന് 3-ാം വാക്യം. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. Praise the Lord. The eternity, from the eternity to till the eternity, നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവപുത്രന്റെ ആധികാരികതയെ തെളിയിക്കുന്ന ഒരു വാക്യമായത്. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. Everything is created by him and everything is created for him. എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവൻ സകലത്തിന്റെയും സൃഷ്ടിതാവ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ്. From the beginning. In the beginning, God created heavens and earth. അവിടം മുതൽ. From the beginning. പുരാതനനായവൻ എന്നൊക്കെ പറഞ്ഞു ചുമ്മാതൊന്നുമല്ല. ഇത് ancient of days എന്ന് ദാനിയേൽ പറഞ്ഞത് വെറുതെയല്ല. ദാനിയേൽ 7-ന്റെ 9-ാം വാക്യത്തിൽ ദാനിയേൽ പറയുന്നു, ഞാനൊരു സിംഹാസനം വെച്ചിരിക്കുന്ന കണ്ടു. ഒരു സിംഹാസനം സ്വർഗത്തിൽ വച്ചിരിക്കുന്നു. ആ സിംഹാസനത്തിൽ വയോധികനായവൻ ഇരുന്നു. One throne is set in heaven. സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നു. In that throne, the ancient of days sat on the throne to execute the judgment. അപ്പോ സൃഷ്ടിക്കപ്പെട്ടതൊന്നും യേശുവിനെ കൂടാതെ സൃഷ്ടിക്കപ്പെട്ടില്ല. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. ഉളവായതെല്ലാം അവൻ മുഖാന്തരം ഉളവായി. എവരിതിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ഹിം ആൻഡ് ഫോർ ഹിം. എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, സകലതും അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അതിന്റെ അർത്ഥം ഞാനായിരുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് അരുളി ചെയ്ത ദൈവത്തിന്റെ, യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം, I am that I am, the Yahweh was sitting in the throne. Yahweh, the Almighty God, who gives all authority to execute judgment to the Son of Man. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. He has given all the authority to execute judgment. ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. Because he is the Son of Man. അപ്പോ വെളിപ്പാട് 4-ാം അധ്യായത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ
മനുഷ്യപുത്രനായ യേശു ക്രിസ്തു. മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ 24 മൂപ്പന്മാരുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാനായി ഭാഗം പറഞ്ഞു വരുന്നത്. പത്രോസ് യേശുവിനോട് ചോദിച്ചു, മത്തായി 19:27-28 വാക്യം. പത്രോസ് യേശുവിനോട് ചോദിക്കുക, ലോർഡ്, വി ഹാവ് ഫോളോഡ് യു, ഞങ്ങൾ നിന്നെ പിൻപറ്റി. എവറിഥിങ് വി ഹാവ് ലെഫ്റ്റ്, ഞങ്ങളെല്ലാം വിട്ട് അങ്ങേ പിൻപറ്റിയിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പൊ കർത്താവിന്റെ 28 വാക്യത്തിൽ പറയുന്നു, എന്നെ അനുഗമിച്ചിരിക്കുന്നവരായ നിങ്ങൾക്ക് മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, when the Son of Man sat on the throne of glory, you shall be sitting around me in the throne of 12 ഗോത്രങ്ങളിലും നിങ്ങൾ ന്യായം വിധിക്കും. അതാണ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ വാക്യം. ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മാത്യൂസ് ഗോസ്പൽ 19:27 and 28. 28-ാം വാക്യം. Jesus said unto them, verily I say unto you, that which you have followed me. ഇനി ശ്രദ്ധിക്കുക, in the regeneration, when the Son of Man shall sit in the throne of his glory, you also shall sit upon 12 thrones, judging 12 tribes of Israel. It's very, very important. കർത്താവ് പറയുന്നു, യേശുവിനോട്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. ഐ തിങ്ക് നിങ്ങൾക്കിത് 24 മൂപ്പന്മാർ എന്നുള്ള വിഷയം ക്ലിയറായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. 24 മൂപ്പന്മാർ, 24 സിംഹാസനങ്ങൾ. ഈ 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രന്റെ മുൻപാകെ വീണു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ശ്രദ്ധിക്കണേ, 24 മൂപ്പന്മാർ, 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഈ 24 മൂപ്പന്മാർ, അവർ സിംഹാസനത്തിൽ ഇരിക്കുന്നവരായ മനുഷ്യപുത്രന്റെ മുൻപാകെ വീണു. അവർ പറയുന്നു, ലോർഡ്, യു ലീവ്സ് ഫോർ എവർ ആൻഡ് എവർ. നീ എന്നേക്കും ജീവിച്ചിരിക്കുന്ന സർവശക്തിയുള്ളവനായ കർത്താവാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സകല കിരീടങ്ങളെയും അങ്ങയുടെ പാദപീഠത്തിലിടുന്നു. 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ് ഞാനിവിടെ ചിന്തിക്കുന്നത്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ സൃഷ്ടിക്കപ്പെട്ടത് ആകയാൽ മഹത്വവും ബഹുമാനവും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ അങ്ങ് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇട്ടു. ഇതാണ് 4-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം. 4-ാം അധ്യായത്തിന്റെ
ലാസ്റ്റ് വാക്യം ഇതാണ്: കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ. ഇതിന് കറക്റ്റായൊരു വാക്യമാണ് ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചു കേൾപ്പിച്ചത്. എവരിതിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ഹിം. എവരിതിങ് ഈസ് ക്രിയേറ്റഡ് ഫോർ ഹിം. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ എല്ലാം സൃഷ്ടിച്ചവനായ, സകലത്തെയും നിർമ്മിച്ചവനായ, സകല ന്യായവിധിയും നടത്തുന്നവനായ ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവിന്റെ മുമ്പിൽ യഹോവയായ ദൈവത്തിന്റെ ന്യായസിംഹാസനത്തിന് മുമ്പിൽ ക്ലോസ് സർക്കിളിൽ ഇരിക്കുന്ന ഈ 24 മൂപ്പന്മാരും 4 ജീവികളും ഒരുപോലെ രാത്രിയും പകലും രാപകൽ, കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ അങ്ങ് വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് രാവും പകലും വിശ്രമം കൂടാതെ കുഞ്ഞാടായ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ 1-ാം അധ്യായത്തിലെ 2 വാക്യം കൂടെ ഞാനിവിടെ പോയിന്റ് ചെയ്യുന്നു. സ്നാപക യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യേശു കടന്നു പോകുന്ന കണ്ടപ്പോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ the sin of the whole world. 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. 29-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇത് ലാംബ് ഓഫ് ഗോഡ്. 5-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോ നമ്മൾ ഈ ലാംബ് ഓഫ് ഗോഡിനെ അവിടെ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ വരുമ്പോഴേ ഈ ലാംബ് ഓഫ് ഗോഡ് അവിടെ കാണുന്നുണ്ട്. ഞാനത് 5-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയാം. ഈ 4-ാം അധ്യായത്തിൽ ന്യായസിംഹാസനത്തിൽ ഇരിക്കുന്ന സുപ്രീം ജഡ്ജ്, അത് മനുഷ്യപുത്രൻ. അതിന് മത്തായി 19:27, 28, ലൂക്കോസ് 22-ാം അധ്യായം 27, 28. ഈ 2 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാ? മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ പറയുന്നു, when Son of Man shall sit on his throne of glory, അവന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, when Son of Man sit on the throne of glory എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. മാത്യു ചാപ്റ്റർ 19 verse 28. അതാ ഞാൻ പറഞ്ഞത്. പുനർജന്മത്തിൽ നിങ്ങൾ എന്നോടുകൂടെ സിംഹാസനങ്ങളിൽ ഇരുന്ന ന്യായം വിധിക്കുമെന്ന് പറഞ്ഞ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന when Son of Man shall sit on the throne of glory, അവന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, ആ തേജസ്സിന്റെ സിംഹാസനമാ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സിംഹാസനം. 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സിംഹാസനം തേജസ്സിന്റെ സിംഹാസനമാണ്. ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ മനുഷ്യപുത്രൻ, ദ കിങ് ഓഫ് ജൂസ്, മത്തായി 27-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പീലാത്തോസ് യേശുവിന്റെ കുറ്റസംഹിത എഴുതി ക്രൂശിമേ തൂക്കി.
അതിലിങ്ങനെ എഴുതിയിരുന്നു, ഹി ഈസ് ദ കിങ് ഓഫ് ജൂസ്, യഹൂദന്മാരുടെ രാജാവ്, ദ സൺ ഓഫ് മാൻ, who has the authority to execute all the judgment. 5-ാം അധ്യായം, യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അവൻ മനുഷ്യപുത്രനാകയാൽ സകല ന്യായവിധിയും നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. അപ്പോ മനുഷ്യപുത്രൻ തന്നെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഈ തേജസ്സിന്റെ സിംഹാസനം എവിടെയാ വരുന്നത്? തേജസ്സിന്റെ സിംഹാസനം മത്തായി 25-ാം അധ്യായത്തിൽ ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന ഒരു ഭാഗമില്ലേ മത്തായി 25-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ, when son of man shall sit on the throne of glory എന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. This throne of glory will be setting in the last period of the judgment for the people of Israel. അതിനു മുമ്പ് 4-ാം അധ്യായം 1-ാം വാക്യം, ഇവിടെ കയറി വരുവീൻ, കം അപ്പ് ഹിയർ, ഇവിടെ കയറി വരുവീൻ, ഇനി സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെട്ടു. Son of man shall sit upon the throne of glory to judge the all Gentiles and the people of Israel. തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ അവനിരിക്കും. ഇനിയുണ്ട് സിംഹാസനങ്ങൾ. അടുത്ത സിംഹാസനം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം, അവൻ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും നാം എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ ന്യായസിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാകുന്നു. നാം ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും നാം എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ ന്യായ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. ഇത് ദൈവജനത്തിനുള്ള ന്യായവിധിയാണ്. The Bema seat of Jesus Christ. Bema seat of Jesus Christ. യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപാകെ. ഇവിടെ 2 Corinthians chapter 5 verse 10. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. Let me read in English. 2 Corinthians chapter 5 verses 10. For we must all appear before the judgment seat of Christ, that every one may receive the things done in his body according to that he has done, whether it is good or bad. This is the judgment seat of Christ. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. We must all appear before the judgment seat of Christ. ക്രിസ്തു യേശുവിന്റെ ന്യായസിംഹാസനം
ഇവിടെ ദൈവജനത്തിന്റെ ന്യായവിധി ഉണ്ടാകുന്നു. ക്രിസ്തു യേശുവിന്റെ ന്യായസിംഹാസനത്തിന്റെ മുൻപാകെ നാം ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കാം. That everyone may receive the things done in his body according to that he has done. അവൻ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും നാം എല്ലാവരും, all the people, those who are accepted Jesus Christ, living as the people of God, the real members of the Church of God, all of us have to appear before the judgmental seat of Christ. ഇത് 2 കൊരിന്ത്യർ ലേഖനം 5:10 വാക്യത്തിൽ പൗലോസ് പറയുന്നു, എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം. ഇത് ക്രിസ്തുവിന്റെ ന്യായാസനം. ഇവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർക്കുള്ള ന്യായവിധിയാണ് നടക്കുന്നത്. രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർക്കുള്ള ന്യായവിധി. എന്നാൽ 4-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ന്യായാസനം, when the Son of Man sit upon his throne of glory, മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, ഇത് യേശു കർത്താവിന്റെ തേജസ്സിന്റെ സിംഹാസനം വെക്കുന്നത് ജാതികൾക്കുള്ള ന്യായവിധിയും ഇസ്രായേൽ ജനത്തിലുള്ള ന്യായവിധിയും കൂടിയാണ്. അപ്പൊ 2 സിംഹാസനമായ ഇനി അടുത്തതൊരു സിംഹാസനം കൂടെ ഉണ്ട്. വെളിപ്പാട് 20-ാം അധ്യായത്തിൽ, വെളിപ്പാട് 20-ാം അധ്യായത്തിൽ ഒരു സിംഹാസനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സിംഹാസനത്തിന്റെ പേര് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. വൈറ്റ് ത്രോൺ, വെള്ള സിംഹാസനം, അതിലൊരുവൻ ഇരിക്കുന്നു. അവന്റെ സനിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ഇത് 20-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അപ്പോ 1-ാമത്തെ സിംഹാസനം, ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. 2 Corinthians chapter 5 verse 10. We all appear before the judgment seat of Christ. രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർക്കുള്ള ന്യായവിധി. അവനവൻ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്ക പ്രതിഫലം പ്രാപിപ്പാൻ, തക്ക പ്രതിഫലം പ്രാപിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപിൽ നാം നിൽക്കേണ്ടതാകുന്നു. ഇത് ഇവിടെ വിശുദ്ധന്മാരുടെ ന്യായവിധി നടക്കും. ഈ 2-ാമത് വെള്ള സിംഹാസനത്തിലെ ന്യായവിധി. അതും കഴിഞ്ഞ് അവസാനം മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. 25-ാം അധ്യായം 32 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ അവിടെ സകല ജാതികളെയും യഹൂദന്മാരെയും ന്യായവിധിക്കും. അതിന്റെ കൂട്ടത്തിൽ വെള്ളസിംഹാസനത്തിലിരുന്ന കർത്താവ് സാത്താനെയും അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിൽ സംഭവിക്കുന്ന ചില സംഭവവികാസങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇന്നിവിടെ ലെറ്റ് മീ ക്ലോസ് ചാപ്റ്റർ 4 ഇവിടെ വായിക്കുന്നു.
എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ആര്? The 24 elders and 4 creatures. 4 ജീവികളും 24 മൂപ്പന്മാരും ന്യായസിംഹാസനത്തിൽ ഇരിക്കുന്നവന് മുൻപാകെ വീണ് അവനെ നമസ്കരിച്ചു. These 24 elders were fell down before who is sitting on the throne and worshipped him and said, Lord, you live forever and ever. You are the Almighty God. You are the Almighty God. You are the omnipotent God. You are the omniscient God. You are the omniscient God. സർവശക്തൻ, സർവവ്യാപി, സകലത്തെയും ഭരിക്കുന്നവൻ. അപ്പൊ പൗലോസ് പറഞ്ഞ വാക്യം ഞാൻ എടുത്തു പറയുക. ഇത് പൊട്ടേനെറ്റ്, the universal king. താൻ മാത്രം അമർത്തിയുള്ളവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണുവാൻ കഴിയാത്തവൻ, അവൻ തന്റെ സിംഹാസനത്തിലിരുന്നു. ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ ആ സിംഹാസനത്തിന് ചുറ്റിലുമുള്ള 24 മൂപ്പന്മാർ വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടം ധരിച്ചുകൊണ്ട് 24 സിംഹാസനങ്ങളിൽ നിന്ന് അവർ ന്യായവിധി നടത്തും. ആ ന്യായസിംഹാസനത്തിൽ ഇരിക്കുന്ന മനുഷ്യപുത്രന്റെ മുൻപാകെ 24 മൂപ്പന്മാരും 4 ജീവികളും അവന്റെ മുമ്പിൽ വീണ് അവനെ നമസ്കരിച്ചു. These 24 elders and 4 creatures fell down before the Almighty God, who is sitting on the throne in the Son of Man, and worshipping him. എന്നുവെച്ചവനോട് പറയുന്നു, കർത്താവേ, നീ സർവ്വതും സൃഷ്ടിച്ചവൻ, നീ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുക, സകലമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ അങ്ങൊരുവൻ മാത്രമാണ്. ആകയാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നീ യോഗ്യൻ, കുഞ്ഞാടേ, നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. കുഞ്ഞാടേ, നീ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് 24 മൂപ്പന്മാരും 4 ജീവികളും നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ മുൻപാകെ അവരുടെ കിരീടങ്ങളെ അവന്റെ മുമ്പിൽ ഇട്ടുകൊണ്ട് അവനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഇതിന് നടുവിൽ കർത്താവിന്റെ സന്നിധാനത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, രാത്രി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് വരും. അവൻ വരുമ്പോ അവനിൽ വിശ്വസിക്കുന്നവൻ, പൗലോസ് പറയുന്നു, those who died in Christ shall rise up first. Those who died in Christ shall rise up first. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ പൗലോസ് പറയുക, പിന്നെ ശേഷിക്കുന്നവരായ നാം അവനോട് കൂടെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെട്ടു. അങ്ങനെ നാം എന്നേക്കും കർത്താവിനോടുകൂടെ വാഴും. ഈ യോഗ്യത നമുക്ക് ലഭിച്ചത് എങ്ങനെയെന്നറിയാമോ? ഈ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു. അവന്റെ രക്തം നമുക്ക് വേണ്ടി കാൽവരിയുടെ കുലമരത്തിൽ നമുക്ക് വേണ്ടി തകർന്നു. നാം മരിക്കേണ്ട സ്ഥാനത്ത് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. റോമാലേഖത്തിൽ പൗലോസ് പറയുന്നു, നാമോ പാപികളായിരുന്നപ്പോൾ പാപികളായ നമുക്ക് വേണ്ടി കർത്താവ് ജീവൻ നൽകി. ആകയാൽ അവരിൽ പാപമില്ല,
അവൻ പാപമറിയാത്തവൻ. ഇൻ ഹിം there is no sin. റോമാലേഖനത്തിൽ പൗലോസ് പറയാ, he has been treated as a sin because of me. He has been treated as a sinner because of me. അവൻ എനിക്ക് വേണ്ടി ഒരു പാപിയെ പോലെ കാൽവറിയുടെ കുലമരത്തിൽ എനിക്ക് വേണ്ടി മരിച്ചു. അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യാൻ മനുഷ്യപുത്രൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് വരാറായി, കാഹളം ധ്വനിക്കാറായി, വിശുദ്ധന്മാർ പറന്നുയരാറായി. വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ കടന്നു പോകാറായി. ആകയാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ അതിനായി ഒരുങ്ങാം. കർത്താവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ എന്നൊരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലെ അവസാനിപ്പിക്കുന്നു. I am closing the 4th chapter of Revelation. If God allows, I will be coming on Wednesday as live stream on Wednesday before entering 5th chapter of Revelation. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, ദാനിയേലിന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന 70 ആഴ്ചവട്ടങ്ങൾ 5-ാം അധ്യായം മുതൽ സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ 70 ആഴ്ചവട്ടത്തിന്റെ അവസാനത്തെ ആഴ്ചവട്ടമായ ദ 70th വീക്ക് 70-ാം ആഴ്ചവട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് കർത്താവിന്റെ വരവ് താമസിച്ചാൽ വെനസ്ഡേ ലൈവിൽ വരുമ്പോ 70-ാം ആഴ്ചവട്ടം എന്ന വിഷയം, ദ 70 വീക്സ് ഓഫ് ഡാനിയേൽ, ആ വിഷയം ഒരു 2-3 ലൈവ് എങ്കിലും ചെയ്യേണ്ടി വരും ഞാൻ വിചാരിക്കുന്നു. ഇറ്റ്സ് ആൻ എലാബറേറ്റഡ് സബ്ജക്ട്. ഇറ്റ് വിൽ ബി ടേക്കിംഗ് ആസ് എലാബറേറ്റഡ്. ദൈവം അതിനായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്താവേ, ഇന്ന് രാത്രി വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രം. കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു. കാഹളം ധ്വനിക്കാറായി. കാഹളം ധ്വനിക്കുമ്പോൾ വിശുദ്ധന്മാർ അക്ഷയരായി ഉയർക്കുന്ന കൂട്ടത്തിൽ ഈ എളിയവർക്കും കർത്താവിന്റെ സന്നിധിയിലെടുക്കപ്പെടുവാൻ ഈ മഹാനായ വിധി ആരംഭിക്കുന്നതിന് മുമ്പേ കർത്താവിന്റെ സന്നിധിയിൽ കാഹളം ധ്വനിക്കുമ്പോൾ, വിശുദ്ധന്മാർ അക്ഷരായി ഉയർക്കുമ്പോൾ എളിയവർക്കും ഉയർത്തെഴുന്നേൽപ്പാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദിസ് ഈസ് പാസ്റ്റർ സണ്ണി കെ തോമസ് സൈനിങ് ഓഫ് ഫ്രം ചെങ്ങന്നൂർ. Let Almighty God give you all the blessings. Amen, amen, amen.